ആശയം ശാസ്ത്രിക്ക് മനസ്സിലായി കാണാം. യേശു പറഞ്ഞതിന്റെ ആശയം നിശ്ചയമായിട്ടും ശാസ്ത്രിക്ക് മനസ്സിലായിട്ടുണ്ട്. സ്തോത്രം. സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ കൈക്കൊണ്ടില്ല. നീ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോ ഭൂമിയിൽ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്ന എന്റെ കൂടെ ആളുണ്ട്, എന്റെ കൂടെ ആവശ്യത്തിനനുസൃതമായ സകല കാര്യങ്ങളുമുണ്ട്. ഏത് വേണമോ ആ നിമിഷത്തിൽ സാധിച്ചെടുക്കുവാൻ കഴിയുന്നവനാണ് ഗുരു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ശാസ്ത്രി നീ ഇറങ്ങി വന്നതെങ്കിൽ എന്റെ ഈ ഭൂമിയിലെ വരവിന്റെ ഉദ്ദേശം ഞാൻ നിന്നോടൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഭൂമിയിൽ ജനിച്ചു വന്നപ്പം ഞാൻ ജനിക്കേണ്ടതിന് പോലും എനിക്കൊരിടമില്ലായിരുന്നു. രണ്ട്, ഞാൻ സ്വന്തത്തിലേക്ക് ഇറങ്ങി വന്നു, സ്വന്തമായവരെന്നെ അടുത്ത ഒരു ഗ്രാമം. പീലാത്തോസ് ഒരിക്കൽ യഹൂദന്മാരുടെ നിർബന്ധം ഹേതുവായി യേശു കർത്താവിനെ ന്യായം വിസ്തരിക്കേണ്ടത് കടന്നു വന്നപ്പോൾ യാതൊരു കുറ്റവും കൂടാതെ യേശു നിൽക്കുന്നു എന്ന് പീലാത്തോസിന് മനസ്സിലായപ്പോൾ 23-ാം വാക്യത്തിലാണെന്നോ ഇങ്ങനെ പറയുന്നു തിരുവാഴ്ചാട്, അവൻ ചെയ്ത ദോഷമെന്ത് അവൻ ചോദിച്ചു. അവനെ ക്രൂശിക്കണമെന്ന് അവർ ഏറ്റവും നിലവിളിച്ച് പറഞ്ഞു. ലോകം നാളെ എന്നെ ഒന്നുമില്ലാതെ ഞാൻ ചെയ്ത ഉപകാരങ്ങളെ മറന്നുകൊണ്ട് ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയതും രോഗിയെ സൗഖ്യമാക്കിയതും മരണത്തിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച സകല പ്രവർത്തികളും കണ്ടത് നാളെ എന്നെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറയുന്ന ഒരവസ്ഥ എന്റെ മുമ്പിൽ കാത്തിരിക്കുന്നു. ശാസ്ത്രി, നീ കണ്ടിരിക്കുന്ന അനുഭവത്തിന് വേണ്ടിയല്ല ഞാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. നിന്റെ മനസ്സിൽ നീ കണ്ടിരിക്കുന്ന ഒരു കാഴ്ചപ്പാടിനെ കുറിച്ചുണ്ട്. എന്നാൽ അതിനെ മുഴുവനായി വെട്ടിത്തിരുത്തിക്കൊണ്ട് ഞാൻ നിന്നോട് പറയുക, നീ ഉദ്ദേശിക്കുന്ന നിലവാരത്തിന് വേണ്ടിയല്ല ഞാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. മാനവകുലത്തെ വീണ്ടെടുക്കുവാനായി ഞാൻ ഇറങ്ങി വന്നു എങ്കിൽ സുഖകരമായ ഭദ്രകരമായ ഒരു ജീവിതം നയിപ്പാനല്ല ഞാൻ ഇവിടെ വന്നത്. എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഇത് സഹിക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിനക്ക് എന്റെ കൂടെ വരാം. മനസ്സിലാവുന്ന ദൈവത്തോട് സ്തോത്രം ചെയ്ത് സ്തോത്രം. 70 പേരെ കർത്താവ് നിയമിക്കുന്നതിന് മുമ്പ് 3 പേരോട് സംഭാഷിച്ചു. ഈ 3 പേരോട് സംഭാഷണം നടത്തിയിട്ടും അവരുടെ മറുപടി ഹൃദയശുദ്ധി അല്ലെങ്കിൽ ആശയശുദ്ധി ശരിയല്ലാതിരുന്നത് കൊണ്ടാണ് അടുത്ത 70 പേരെ തെരഞ്ഞെടുത്തത്. മുൻപോട്ട് കടന്നു വന്നത് ആദ്യം ശാസ്ത്രീയ കാര്യമൊക്കെ ശരിയാ, പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായി, യേശുവിന് മനസ്സിലായി, ഈ എന്നെ അനുഗമിക്കാൻ തീരുമാനമെടുത്തതിന്റെ പിൻപിലുള്ള ഉദ്ദേശശുദ്ധി. രണ്ടാമത്തെ വ്യക്തിയെ വേറൊരുത്തൻ മുൻപോട്ട് വന്നിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ അവനോട് പറയുകയാണ്, നീ എന്നെ അനുഗമിക്കുക. അവന്റെ മറുപടി എന്താണെന്ന് നോക്കി, ഞാൻ മുൻപേ പോയി എന്റെ അപ്പനെ കുഴിച്ചിട്ടിട്ട് അനുവാദം തരണമെന്ന് പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ആക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തോളാം, നിന്റെ വേല ചെയ്തോളാം. സ്തോത്രം. എന്റെ കാര്യങ്ങളെല്ലാം ഒന്ന് ക്രമപ്പെടുത്തിയിട്ട് നിന്റെ വേല ഞാൻ ചെയ്തോളാം. സമയമില്ലല്ലോ, അടുത്ത കാര്യത്തെ കൂടെ നമുക്ക് കാണാം. മറ്റൊരുത്തൻ വീട്ടിലുള്ള എല്ലാവരുടെയും യാത്ര പറയാൻ അനുവാദം തരയണം. ഇദ്ദേഹം ചോദിക്കുകയാണ്, വീട്ടിലുള്ള യേശു പറഞ്ഞു നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ വീട്ടിലുള്ള എല്ലാവരോടും യാത്ര പറവാൻ ദൈവമേ നീ എനിക്ക് കർത്താവേ നീ എനിക്ക് അനുവാദം തരണം. കർത്താവിന്റെ മറുപടി അല്പം ക്രൂരമായി പോയെന്ന വാക്യം വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു. പക്ഷേ കർത്താവിന്റെ ഹൃദയത്തിന്റെ ആ തുടിപ്പ് ആ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് നോക്കിയപ്പോൾ ആ മനുഷ്യന്റെ അവസ്ഥ നന്നായി തിരിച്ചറിഞ്ഞ് സംസാരിക്കുന്ന ഒരു നല്ല നാഥനെ അവിടെ കാണുവാൻ കഴിഞ്ഞു. സ്തോത്രം. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കലപ്പയിൽ കൈ വെച്ച വ്യക്തിയാണ്. ശരിയാണോ? ശരിയാണോ? മൂന്നാമത്തെ വ്യക്തിയാ കലപ്പയിൽ കൈവച്ച വ്യക്തി. കഴിഞ്ഞ കാലങ്ങളിൽ ഏതെല്ലാമൊക്കെയോ ഏരിയയിൽ കർത്താവിന്റെ വേല ചെയ്തിട്ടുള്ളവരാണ് എന്റെ മുൻപിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ 100% ഞാൻ വിശ്വസിക്കുന്നു. വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ദൈവസേനയിൽ രാവും പകലും പോരാടി പ്രാർത്ഥിക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടതായ ഭക്തജനങ്ങൾ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞിട്ടുള്ളതായ ദൈവമക്കൾ.
സുവിശേഷീകരണത്തിന് വേണ്ടി വില കൊടുത്തതായ ദൈവമക്കൾ, സുവിശേഷത്തിന് വേണ്ടി ത്യാഗം സഹിച്ച ദൈവമക്കൾ, യേശുവിന്റെ നാമനിമിത്തം അപമാനം സഹിച്ച ദൈവമക്കൾ, ഒരു പ്രത്യേകമായ കാലഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചിന്ത, എന്തുകൊണ്ട് മടങ്ങിപ്പോയിക്കൂടാ? എന്നെ കേൾക്കുന്ന ദൈവമേ, പരിശുദ്ധാത്മാവ് ചിലരോടെങ്കിലും സംസാരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം. കലപ്പയിൽ കൈവച്ചിട്ട് പിന്മാറുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. സ്തോത്രം. കലപ്പയിൽ കൈവച്ചിട്ട് പിന്മാറുന്നവൻ പ്രാർത്ഥനയിൽ പോരാടാനെങ്കിലും ട്രാക്റ്റിടാനെങ്കിലും പരിശുദ്ധാത്മാവ് ഈ വേദഭാഗത്തിൽ കൂടെ ദൈവജനത്തോട് സംസാരിക്കണമെന്നുള്ള വെളിച്ചം തന്നതുകൊണ്ടാണ് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് പോലും ജനത്തോട് സംസാരിക്കുന്നത്. വെളിച്ചം പ്രാപിച്ച ശാസ്ത്രിയെ മറ്റാർക്കുമില്ലാത്തതുപോലെ ഒരു വെളിച്ചം താങ്കൾക്കുണ്ടോ? ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്തൊരു പശ്ചാത്തലത്തിൽ നിന്ന് സ്വർഗം താങ്കളെ പുറത്തെടുത്തുവോ? നല്ലത്. ഒരിക്കൽ പത്രോസ് കർത്താവിനോട് ചോദിച്ചു, ഞങ്ങൾ സകലതും വിട്ടു തന്നെ ഇറങ്ങി നിന്റെ പിന്നാലെ ഇറങ്ങി, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഇന്ന് യേശുവിന്റെ നാമനിമിത്തം പ്രതികൂലത്തിന്റെ നടുവിൽ കൂടെ പോകുമ്പോ വിട്ടിട്ട് പോയേക്കാം, അതായിരുന്നു ഏറ്റവും നല്ലതാണോ ചിന്തിക്കുന്നത്? കുടുംബം, ഞാനൊരു കാര്യം പറയട്ടെ, ആനന്ദില്ലെങ്കിൽ വേറൊരു ആനന്ദിനെ കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന് ചിലത് ചെയ്യാൻ കഴിയും. പക്ഷെ എന്നെ കൊണ്ട് ദൈവം ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിലോ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഈ വചനം ഒന്ന് ചെല്ലട്ടെ. ആരെയും വ്യക്തിപരമായി നോവിപ്പിക്കുകയല്ല, ഞാനത് ചെയ്യത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് ഹൃദ്യമായി എന്നോട് ഇടപെട്ടൊരു വിഷയം. യേശുവിന്റെ വേലയ്ക്ക് വേണ്ടി ജീവിതത്തിൽ കർത്താവിന്റെ വേലയിൽ ഏതോ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ള ദൈവമേ, ജീവിതത്തിൽ വന്ന പ്രതിസന്ധി നിമിത്തമായി മടങ്ങിപ്പോയിക്കൊള്ളാമെന്നുള്ളത് തീരുമാനമകത്തുണ്ടെങ്കിൽ കലപ്പയിൽ കൈവച്ചിട്ട് പിന്മാറുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. കലപ്പയിൽ കൈവച്ചിട്ട് പിന്മാറുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. സ്തോത്രം. നിൽക്കുന്നിടത്ത് കർത്താവിനെ സേവിക്കുവാൻ പ്രാർത്ഥനയാണോ ദൈവമേൽപ്പിച്ചിരിക്കുന്നത്? ആരാധനയാണോ ദൈവമേൽപ്പിച്ചിരിക്കുന്നത്? പാട്ടുപാടുന്നതാണോ ദൈവമേൽപ്പിച്ചിരിക്കുന്നത്? ദൈവിക എന്താണെങ്കിലും ധൈര്യത്തോടെ ചെയ്യാൻ ഈ ദിവസങ്ങളിൽ ഹൃദയം ഒന്ന് ഉറക്കട്ടെ. മനസ്സ് മടിക്കാതെ ഉറച്ചു നിൽക്കുക. നിങ്ങളെ ദൈവം വിളിച്ചിട്ടുണ്ടെന്ന് ഉറക്കുക. ആരുമല്ല, ദൈവമാണ് നിങ്ങളെ വിളിച്ചെന്ന് ഉറക്കുക. ഒരു മനുഷ്യന്റെ വിളി കേട്ടല്ല കൂടപ്പുറപ്പേ, എന്റെ മുൻപിൽ ഇരിക്കുന്ന ഒരു സഹോദരനും സഹോദരി ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടല്ല ഇറങ്ങിയത്. യേശു നിങ്ങളെ വിളിച്ചു, ഉടയവൻ നിങ്ങളെ വിളിച്ചു. തളർന്നു പോകാതെ ഉറച്ചു നിൽക്കുക, പതറിപ്പോകാതെ ഉറച്ചു നിൽക്കുക. നിങ്ങളുള്ള താലന്തുകളെ ദൈവരാജ്യത്തിന് വ്യാപാരം ചെയ്യുവാൻ യേശുവിന് പ്ലാനുണ്ട്. നിങ്ങളിലുള്ള മറ്റാർക്കുമില്ലാത്ത നിങ്ങൾക്ക് വിശേഷാൽ നൽകപ്പെട്ടിരിക്കുന്ന താലന്തുകളെ നിങ്ങൾ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ കർത്താവിന് തിരുവള്ളമുണ്ട്. പത്രോസ് ഒരിക്കൽ പറഞ്ഞു, കർത്താവേ, നിന്നോട് കൂടെ ഞാൻ നിൽക്കും.
എത്ര കഷ്ടം വന്നാലും നിന്നോട് കൂടെ നിൽക്കും. പക്ഷെ യേശുവിനെ പിടിച്ചത് കണ്ടപ്പോൾ ഓടിപ്പോയി. യേശുവിനോട് കൂടെ ശീമോൻ പത്രോസ് കൂടെ നിന്നിരുന്നെങ്കിൽ ഒരു കുറേക്കാരനായ ശീമോനെ ക്രൂശ് ചുമക്കാൻ ചാൻസ് പോകത്തില്ലായിരുന്നു. മനസ്സിലായ സഹോദരങ്ങളെ, പലപ്പോഴും നാം നിൽക്കേണ്ടിടത്ത് നാം നിൽക്കാതെ പോയാൽ പലപ്പോഴും നമ്മുടെ പേരിൽ തന്നെ വേറൊരുവൻ നിൽക്കും. ഒരനന്യ സഫീര ദൈവസന്നിധിയിൽ അവിശ്വസത കാണിച്ചപ്പോൾ ഒരു പൗലോസിന്റെ ശിരസിന് മേൽ കരം വെച്ചവനെ ശുശ്രൂഷയ്ക്കായി പുറത്തെടുക്കുവാൻ മറ്റൊരു അനന്യാസിനെ സ്വർഗം ഉപയോഗിച്ചു. ഒരാനന്ദ് മാറിപ്പോയാൽ തമ്പുരാന്റെ പദ്ധതി പൊളിയുന്നില്ല. എന്റെ പേരിൽ സ്വർഗം വേറൊരാനന്ദിനെ പൊക്കിയെടുക്കും. എന്നാൽ എന്റെ കാര്യം എന്തായി? നാം സേവിക്കുന്ന നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നാം കൈവിട്ട് മാറത്തില്ല കേട്ടോ. ഏത് വേലയ്ക്ക് വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചത്? നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ദൂതൊക്കെ ഓർത്തു നോക്കി, ആലോചനകളൊക്കെ ഓർത്തു നോക്കി, അതെല്ലാം നടക്കുമെന്നത് വിശ്വസിക്കാമോ? ഇന്നത്തെ അനുഭവങ്ങൾ കണ്ട് പതറരുത്, ഉറച്ചു നിൽക്കുക. ഇന്നത്തെ പ്രതികൂലങ്ങളെ കണ്ട് പതറാതെ ഉറച്ചു നിൽക്കുക. ഇന്നത്തെ പ്രതിസന്ധി കണ്ട് പതറാതെ ഉറച്ചു നിൽക്കുക. കരങ്ങളെ എടുക്കാൻ സർവശക്തന് കഴിയും. കരങ്ങളിൽ എടുക്കുവാൻ യേശുവിന് കഴിയും. സാഹചര്യങ്ങളെ ഇവിടെ മാറ്റുവാൻ കഴിയും. ഇന്നത്തെ സകല പ്രതികൂലങ്ങളും യേശുവിന് മാറ്റുവാൻ കഴിയും. അന്നൊരിക്കൽ എനിക്ക് നിങ്ങൾക്ക് പ്രതികൂലമായി എഴുതപ്പെട്ട കൈയെഴുത്തിനെ സ്വർഗം തുടച്ചു മാറ്റിയെങ്കിൽ ഇക്കാലങ്ങളിൽ നിങ്ങൾക്ക് വിരോധമായി എഴുതപ്പെട്ട ഏതെങ്കിലും ഒരു വിരോധമായ കൈയെഴുത്തുണ്ടെങ്കിൽ തുടച്ചു മാറ്റുവാൻ അരുമനാഥന് കഴിയുമെന്ന് വിശ്വസിക്കുന്നു. യേശുവിന് വേറെ ശ്രേഷ്ഠമായതാ. യേശുവിന് വേറെ ശ്രേഷ്ഠമായതാ. നല്ല പ്രായത്തിൽ 23.5 വയസ്സിൽ യേശുവിന് വചനം പഠിക്കാൻ ഇറങ്ങി തിരിച്ചപ്പം മണ്ടൻ എന്ന് പറഞ്ഞു, ഭോഷൻ എന്ന് പറഞ്ഞു. ദൈവം മാനിച്ചു. നീ മണ്ടത്തരം കാണിക്കുകയാണെന്നല്ലാതെ ആരും അനുകൂലമായൊരു വാക്ക് പറഞ്ഞില്ല. ദൈവം മാനിച്ചു. ദൈവം സഹായിച്ചു. ഈ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്, യേശുവാണ് നിങ്ങളെ വിളിച്ചതെങ്കിൽ മഹത്വകരമായ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ഒരു വിളി നിങ്ങളുടെ മേൽ കിടപ്പുണ്ട് സഹോദരി, നിങ്ങളുടെ മേൽ കിടപ്പുണ്ട് സഹോദര. ഒന്ന് ഉറച്ചു നിന്നാ മതി. ഒന്ന് ഉറച്ചാൽ മതി. ഒന്ന് ധൈര്യപ്പെട്ടാൽ മതി. ദൈവത്തോട് കൂടെ ഒന്ന് നിന്നു കൊടുത്താൽ മതി. അവൻ എഴുന്നേക്കാൻ പറയുമ്പോൾ എഴുന്നേക്കാനും, അവൻ ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കാനും, നടക്കാൻ പറയുമ്പോൾ നടക്കാനും, അവന്റെ ആത്മാവിനോടൊന്ന് ചേർന്ന് അവൻ പറയുന്നത് തിരിച്ചറിയത്തക്കവണ്ണം അവന്റെ ആത്മാവിനോടൊന്ന് ചേർന്ന് നിൽക്കാൻ ഒരു മനസ്സുണ്ടോ? അങ്ങനെയുള്ള വിളി വ്യർത്ഥമായി പോകത്തില്ല. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുന്നുണ്ടെങ്കിൽ
ദൈവത്തിന്റെ ആത്മാവ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് ഇടപെടുന്ന ഏതെങ്കിലും മേഖലയുണ്ട്? കലപ്പയിൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്ന ഏതെങ്കിലും അനുഭവം ജീവിതത്തിൽ വന്നിട്ടുണ്ട്? തകർന്ന ഉള്ളത്തോട് അപ്പനോട് പറയാൻ കർത്താവേ, സ്തോത്രം. 70 പേരെ പറഞ്ഞയക്കുന്ന അനുഭവം കാണും. 70 പേരെ പറഞ്ഞയക്കുന്ന അനുഭവത്തിൽ വളരെ ശക്തമേറിയ ഒരു വേദഭാഗം കൂടെ ഇവിടെ കാണുന്നു. ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ അതിന്റെ തെരുക്കളിൽ പോയി നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ഞങ്ങളുടെ കാലിന് പറ്റിയ പൊടിയും ഞങ്ങൾ നിങ്ങൾക്ക് കുടഞ്ഞയച്ചു പോകുന്നു. എന്നാൽ ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്ന് പറയും. ആ പട്ടണത്തെക്കാൾ സോദോമ്യർക്ക് ആ നാളിൽ സഹിക്കാവതാകും എന്ന്. പലപ്പോഴും വായിച്ചു തള്ളിക്കളഞ്ഞിട്ടുള്ള ഒരു വേദഭാഗം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. യേശു 70 പേരോട് പറഞ്ഞു, നിങ്ങൾ പോയി സുവിശേഷം പറയുമ്പോ അംഗീകരിക്കാത്ത പട്ടണമുണ്ടെങ്കിൽ പട്ടണത്തിന്റെ പുറത്ത് വന്ന വാതിൽക്കൽ എന്ത് ചെയ്യുക? കാലിന്റെ പൊടി. എന്നിട്ട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ആ പട്ടണത്തിന്, ഏത് പട്ടണത്തിന്? ഞാൻ പറഞ്ഞയച്ച നിങ്ങളുടെ വാക്കുകളെയും അംഗീകരിക്കാതെ പോയ ആ പട്ടണത്തെക്കാൾ സോദോം ഗോമോറ പട്ടണങ്ങൾക്ക് ആ നാളിൽ സഹിക്കാവുന്നതായിരിക്കും. അതിന് ഗൗരവം മനസ്സിലായോ? സോദോം ഗോമോറ ചെയ്ത ഏറ്റവും വലിയ പാപം എന്താ നമുക്കറിയാം? ലോകത്തിന്റെ വിഷയം. ലോകത്തിന്റെ ഭവനത്തിലേക്ക് വന്ന 2 പുരുഷന്മാരെ ഭോഗിക്കേണ്ടതിന് പട്ടണം മുഴുവൻ ഇളകി വന്നു. ചുരുക്കം പറഞ്ഞാൽ സ്വയഭോഗികളായിരുന്ന പട്ടണക്കാർ. നമുക്കറിയാം, ആ പട്ടണത്തിൽ സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും ഇറങ്ങി വന്ന് ആ പട്ടണത്തെ ഉന്മൂലനാശം ചെയ്തു. സ്തോത്രം. വേറെന്ന് ചില വേദഭാഗങ്ങൾ വായിച്ചു പോകുമ്പോൾ ആ പട്ടണത്തോട് ദൈവം കാണിച്ച ഭയങ്കരമായ ന്യായവിധിയുടെ കനം നിങ്ങൾ മനസ്സിലാകും. അതിനുശേഷം മനസ്സിലാക്കാൻ കഴിയും, അവർക്ക് ഇതിനെക്കാട്ടിലും സഹിക്കാവതാവും എന്ന് യേശു പറഞ്ഞ വാക്കിന്റെ കനം നന്നായി തിരിച്ചറിയാം. വേഗം നിന്ന് വായിച്ചു സഹായിക്കുമോ? Genesis chapter 13 verses 13. സോദോം നിവാസികളിൽ ദുഷ്ടന്മാരും യഹോവയുടെ മുൻപാകെ മഹാപാപികളുമായിരുന്നു. അവരുടെ സ്വഭാവ ഗുണങ്ങൾ അവിടെ പറയുന്നു. 19-ാം അധ്യായത്തിലേക്ക് വേഗം വന്നാലും 9-ാം വാക്യവും 13-ാം വാക്യവും വായിച്ചാൽ Genesis chapter 3 19 verses 9 and 13. മാറി നിൽക്ക, ഇവനൊരുത്തൻ പരദേശിയായി വന്ന് പാർക്കുന്നു, ന്യായം വിധിപ്പാൻ ഭാവിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ അവരോട് ഭാവിച്ചതിലധികം നിന്നോട് ദോഷം ചെയ്യും എന്ന് പറഞ്ഞു. ലോത്തിനെ ഏറ്റവും തിക്കി വാതിക്കൽ പൊളിപ്പാൻ അടുത്തു ചെന്നു. അപ്പോൾ ആ പുരുഷന്മാർ കൈ പുറത്തോട്ട് നീട്ടി ലോത്തിനെ തങ്ങളുടെ അടുക്കലകത്ത് കയറ്റി വാതിലടച്ചു. ഇവരെ കുറിച്ച് ആവലാതി യഹോവയുടെ മുമ്പാകെ വലുതായി തീർന്നതുകൊണ്ട്. സോദോം നിവാസികളെ കുറിച്ചുള്ള ആവലാതി ദൈവസന്നിധിയിൽ വലുതായിരിക്കുന്നു. ആ ഭാഗം നിങ്ങൾ കണ്ടോ? സോദോം നിവാസികൾ ആദ്യം കണ്ടു ദുഷ്ടന്മാരും യഹോവയുടെ മുൻപാകെ മഹാപാപികളുമായിരുന്നു. 19-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിന്റെ ആരംഭഭാഗത്ത് യഹോവയുടെ മുൻപാകെ അവരുടെ പാപം വലിയത്. 13-ാം വാക്യം കൂടെ വായിച്ചേ. ഇവരെ കുറിച്ച് ആവലാതി യഹോവയുടെ മുൻപാകെ വലുതായി തീർന്നിരിക്കുന്നു. ഇവരെ കുറിച്ചുള്ള ആവലാതി യഹോവയുടെ മുൻപാകെ വലിയതായിരുന്നു. വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യം വായിച്ചു സഹായിച്ചാലും. വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യം വേഗം സഹായിച്ചാട്ടെ. വേഗം.
സോദോം മറിഞ്ഞു പോയത് എങ്ങനെയാണെന്ന് തിരുവചനത്തിൽ വിലാപങ്ങളുടെ പുസ്തകത്തിൽ വായിക്കുന്നു. കൈ തൊടാതെ പെട്ടെന്ന് മറിഞ്ഞുപോയി. സ്തോത്രം. ഞാനിത് പറഞ്ഞു വരുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? യേശു ഇല്ലാത്ത ഒരു പട്ടണം, യേശു ഇല്ലാത്ത ഒരു ഗ്രാമം, യേശു ഇല്ലാത്ത ഒരു തെരുവ്, യേശു ഇല്ലാത്ത ഒരു കുടുംബം, യേശു ഇല്ലാതെ യേശുവിനെ വേണ്ട എന്ന് തള്ളിക്കളയുന്ന ഒരു വ്യക്തിയുടെ അനുഭവം സോദോമിന് വന്നതിനേക്കാളും ഭയങ്കരമായിരിക്കും. അത് പറയാനായി ഈ വാക്യം തന്നെ വായിപ്പിച്ചേ. 2 വാക്യങ്ങളൊന്ന് വായിച്ച്. 2 പത്രോസ് 2:6. സോദോം ഗൊമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ചു. മേലാൽ ഭക്തി കെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമായി വെച്ചു. അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നു, സോദോം ഗൊമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ചു. സ്തോത്രം. യൂദായുടെ ലേഖനം 7-ാം അധ്യായം. അതുപോലെ സോദോമും ഗൊമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പാചരിച്ച് അന്യജനം മോഹിച്ചു നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. ആമേൻ. കൈ അവിടെ തന്നെ ഇരിക്കട്ടെ. യെശയ്യാപ്രവചനം 3:9 വായിച്ച്. സോദോം പോലത്തെ അവരുടെ പാപത്തെ പരസ്യമാകുന്നു, അതിനെ മറയ്ക്കുന്നതുമില്ല. സ്തോത്രം. അവർക്ക് അയ്യോ കഷ്ടം. ശ്രദ്ധിച്ചേ. യേശു കർത്താവ് താൻ അയച്ച ജനത്തെ അംഗീകരിക്കാതെ വന്നാൽ കാലിലെ പൊടി തട്ടിക്കളഞ്ഞേര്. സോദോം പട്ടണത്തിന് ആ പട്ടണത്തെക്കാൾ സഹിക്കാവുന്നതായിരിക്കുമെന്ന് തിരുവചനം പറഞ്ഞാൽ സോദോം പട്ടണത്തിന്റെ ഗൗരവമേറിയ പാപത്തെ കുറിച്ചും ഇന്ന് പകലിൽ നമ്മൾ ചിന്തിക്കണം. ആ വിഷയത്തെ ഒന്ന് നോക്കിക്കൊന്നൂടെ. സോദോം പാപത്തെ പരസ്യമാക്കുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യും, നീ ആരാ ചോദിക്കാൻ? സ്തോത്രം. സോദോമിന്റെ നിലവാരം കണ്ടോ? ഞാനത് ചെയ്യും, നീ ആരാ ചോദിക്കാൻ? അടുത്ത് നോക്കി. അതിനെ മറയ്ക്കുന്നതുമില്ല. അവർക്ക് അയ്യോ കഷ്ടം. അവർക്ക് സോദോമിന്റെ നിലവാരം ശ്രദ്ധിച്ച് ഇനി ആ ഒടുവിൽ വായിച്ച വേദഭാഗം കൊടുന്ന് വായിച്ചു. യൂദായുടെ ലേഖനം 7-ാം വാക്യം. അവർക്ക് സമമായി കൂടെ പറഞ്ഞു കേട്ടെ. ദൈവം നമുക്ക് എത്ര ഭാഗ്യമ തന്നെന്നൊന്ന് ചിന്തിക്കാൻ ഇതെല്ലാം പറഞ്ഞു വരുന്നേ. കർത്താവ് പറഞ്ഞ വാക്യം ഓർക്കുന്നുണ്ടോ? ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നവരല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതിയിരിക്കുന്നതിനാൽ സന്തോഷിപ്പിക്കുന്നത്. കർത്താവ് പറഞ്ഞ വാക്കിന്റെ ആഴം മനസ്സിലായി വരുന്ന കൂടെ പുറപ്പെ. കാരണം എന്താണെന്നറിയാം? അവിടെ പേരില്ലെങ്കിൽ, നിത്യതയിൽ നമ്മുടെ എഴുതിയിട്ടില്ലെങ്കിൽ സോദോം പട്ടണത്തെക്കാട്ടിലും വലിയ ദുരിതമായിരിക്കും നമുക്ക്. എന്നാൽ അത് വരാതെ ദൈവം നമ്മെ സൂക്ഷിച്ചു. ഏഴാം വാക്യം ഒന്നുകൂടെ വായിച്ചു. അതുപോലെ സോദോമും ഗൊമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ചു അന്യജഡം മോഹിച്ചു നടന്നതിനാൽ നിത്യാഗ്നി ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. ആദ്യത്തെ അഗ്നി, അവിടെ പെയ്തിറങ്ങിയ അഗ്നി, അതിനേക്കാളും കനമേറിയ
അതിന്റെ പേരാണ് നിത്യാഗ്നി. സ്തോത്രം. ഞാനത് പറഞ്ഞു വരുമ്പോൾ കട്ടിയായിട്ട് അങ്ങ് പറഞ്ഞു പോകുന്നത് തോന്നുന്നു. ഒരിക്കലുമല്ല. വചനത്തിന്റെ ആ ഗൗരവം തിരിച്ചറിഞ്ഞത് കൊണ്ടാ. ദയവായി തെറ്റിദ്ധരിക്കില്ലേ. വചനത്തിന്റെ ഭയങ്കരത്വം തിരിച്ചറിഞ്ഞത് കൊണ്ടാ. ഈ വചനത്തിന് മുമ്പിൽ ദിവസങ്ങൾ ഞാൻ വീട് കിടന്നു. കർത്താവേ, ഇതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കി തരണമെന്ന് ദൈവസന്നിധിയിൽ മുട്ടിപ്പായി വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ഓരോരോ വാക്യങ്ങളിൽ കൂടെ ദൈവം ഇടപെട്ടതായ വാക്യങ്ങളായതുകൊണ്ടാണ് ദൈവസഭയിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കുന്നത്. സോദോം ഗൊമോറ ദുർനടപ്പാചരിച്ചു, അന്യജനം മോഹിച്ചു, നിത്യ അഗ്നിയുടെ ശിക്ഷാവധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. സ്തോത്രം. ഈ സോദോമിനെ ആ കർത്താവ് എടുത്ത് കാണിച്ചുകൊണ്ട് പറഞ്ഞേ, നിങ്ങൾ പറയുന്നത് അംഗീകരിക്കാത്തൊരു പട്ടണമുണ്ടെങ്കിൽ ആ പട്ടണത്തിന്റെ ഗതി എന്താണെന്ന് അറിയാമോ? സോദോമിന് സഹിക്കാവുന്നതായിരിക്കും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? സുവിശേഷീകരണത്തിന് വേണ്ടി ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നത് സോദോം പട്ടണങ്ങളിൽ പെയ്തിറങ്ങിയ ആ അഗ്നി അതിനെ കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞ ആ കൊടൂരമായ വിഷയത്തെക്കാട്ടിലും യേശുവിനെ അംഗീകരിക്കാതെ ഒരു കുടുംബം, ഒരു വ്യക്തി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ നിത്യമായ അഗ്നി കാത്തിരിക്കുന്നു. രക്ഷപ്പെടാൻ നമുക്ക് പഴുത് വീണ്ടും കിടപ്പുണ്ട്. കർത്താവിന്റെ ദാസനിൽ കൂടെ കേട്ടു, നാം വിശുദ്ധരാ. ശരിയാ. വിശുദ്ധരാ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മൾ. പക്ഷെ രഹസ്യമായി ഏതെങ്കിലും നമ്മുടെ വിഷയത്തിൽ കർത്താവിനുള്ള ബന്ധത്തിൽ പരാജയമുണ്ടോ? തോറ്റുപോകല്ലേ, തോറ്റുപോകല്ലേ. നമ്മളെ വിളിച്ച വിളി ശ്രേഷ്ഠമാണ്. പരാജയപ്പെട്ടു പോകല്ലേ. ദൈവസഭയെ പരാജയപ്പെട്ടു പോകല്ലേ. നമ്മുടെ മുൻപിൽ വിളിക്കപ്പെട്ട വിളി ശ്രേഷ്ഠമാണ്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് അവൻ നമ്മെ കൊണ്ടുവന്നേ. നഷ്ടമായി പോകല്ലേ. രക്ഷപ്പെടാൻ പഴുതുണ്ട്. രക്ഷപ്പെടാൻ പഴുതുണ്ട്. ഒന്നുമില്ല, പക്ഷെ ആരും കാണാതെ ഒന്നുമില്ല, പക്ഷെ ആരും കാണാതെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് ദുർവിനിയോഗം ചെയ്യപ്പെടുന്ന ആരെങ്കിലും എന്റെ മുമ്പിലുണ്ടെങ്കിൽ ഞാനത് പറയാം. കാണാൻ പാടില്ലാത്തത് എന്തെങ്കിലും കണ്ണിന് മുമ്പിൽ വെച്ച് പാപത്തോട് പാപം കൂട്ടുന്ന ആരെങ്കിലും ഇന്ന് പകൽ എന്റെ മുമ്പിൽ ഇരിപ്പുണ്ടെങ്കിൽ മടങ്ങി വരാൻ പരിശുദ്ധാത്മാവ് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മെ ആഹ്വാനം ചെയ്യും. സ്തോത്രം, സ്തോത്രം. ദൈവം നമ്മെ സ്നേഹിക്കും. കർത്താവ് നമ്മെ സ്നേഹിക്കും. അതിന്റെ താഴത്തെ ഭാഗം കൂടെ വായിച്ചു നിർത്തി. ആ പട്ടണത്തെക്കാൾ സോദോമർക്ക് ആ നാളിൽ സഹിക്കാവതാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കോറസിനെ നിനക്ക് അയ്യോ കഷ്ടം.
കോരസീനെ നിനക്ക് അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം. ബെത്സയിദേ നിനക്ക് അയ്യോ കഷ്ടം, ബെത്സയിദേ നിനക്ക് അയ്യോ കഷ്ടം. നിങ്ങളിൽ നടക്കുന്ന ഈ വീരപ്രവൃത്തി രണ്ട് പട്ടണങ്ങളെയും അടുത്തതായി കർത്താവായ യേശു ക്രിസ്തു പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, നിങ്ങളിൽ നടന്നിട്ടുള്ള വീര്യപ്രവൃത്തി സോരിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ. കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാകുന്നുണ്ടോ സഹോദരങ്ങൾ? പ്രാർത്ഥിച്ച് വിടുതലെടുത്ത ദൈവമേ, ഉപവസിച്ച് ദൈവസേവനം പ്രാപിച്ച ദൈവമേ, നമ്മിൽ നടന്ന അത്ഭുത പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടന്ന വീര്യപ്രവൃത്തികൾ ഒരിക്കലും സാധിക്കാത്ത ചില അസാധ്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അതിശയ വിഷയമാക്കി സ്വർഗം സാധിപ്പിച്ചു തന്നുവെങ്കിൽ ഇതുപോലെ തന്നെ ഒരു അത്ഭുതം ഇന്നലെ കൊഴിഞ്ഞുപോയ ഒരഭക്തന്റെ ജീവിതത്തിൽ നടന്നിരുന്നുവെങ്കിൽ അവൻ പണ്ടേ മനസ്സാന്തരപ്പെടുമായിരുന്നു. ഓ, ദൈവത്തിന് സ്തുതിക്കാമോ? എന്നിൽ നടന്ന വീര്യപ്രവൃത്തി ഇന്നലെ കൊഴിഞ്ഞുപോയ ഒരു കൊലപാതകന്റെ ജീവിതത്തിൽ നടന്നിരുന്നുവെങ്കിൽ, ഒരു ദുഷ്കർമ്മിയുടെ ജീവിതത്തിൽ നടന്നിരുന്നുവെങ്കിൽ, കൂടപ്പുറപ്പേ ചിന്തിച്ച് കർത്താവ് എന്തിനാ ഇത്രയും ഗൗരവമായിട്ടത് പറഞ്ഞറിയാം? ആരോടും ദേവി തന്നെ തെറ്റിദ്ധരിക്കല്ലേ? ഈ വചനത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ശബ്ദമെടുത്ത് പോകുന്നത്. ശബ്ദമെടുക്കാൻ വേണ്ടി എടുക്കുന്നതല്ല, ശബ്ദമെടുത്ത് പോകുന്നതാ ഘനമേറിയ വിഷയമാണ്. നഷ്ടമായി പോയാൽ തിരിച്ചു വരാൻ കഴിയാത്ത വലിയൊരു അപകടം മുമ്പിലുണ്ട്. എന്നിൽ നടന്ന അത്ഭുത പ്രവൃത്തി, നിങ്ങൾ നടന്ന അത്ഭുത പ്രവൃത്തി വേറൊരാൾ നടക്കുകയാണെങ്കിൽ ആ മുസ്ലിം സഹോദരനിൽ, ആ ഹിന്ദു സഹോദരിൽ, ആ കത്തോലിക്ക സഹോദരനിൽ, ആ യാക്കോബക്കാരനിൽ, ആ ജ്ഞാനായക്കാരനിൽ നടക്കുവാണെങ്കിൽ, ആ ബുദ്ധീസിൽ നടക്കുവാണെങ്കിൽ പണ്ടേ ഗുണപ്പെട്ടത്. ആരും പാവത്ത് ജീവിക്കുന്നത് ഒന്നുമല്ല ഞാൻ പറയുന്നത്, ഒന്നുമല്ല, തെറ്റിദ്ധരിക്കില്ല, ഒന്നുമല്ല, വിഷയം അതല്ല. നമ്മളൊന്ന് വിലയിരുത്തുക. ഈ തിരുമേശയുടെ മുമ്പിലല്ലേ വന്നിരിക്കുന്നത്, ഒന്ന് വിലയിരുത്തുക. വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടുന്ന ഞാൻ എത്ര പ്രാവശ്യം അവിശ്വാസത്തിന്റെ വാക്ക് വരുന്നതിന് മുമ്പ് ഉച്ചരിച്ചു എന്ന് നോക്കാം. ഞാൻ നിന്നെ കരം പിടിച്ചു നടത്താമെന്ന് അവൻ പറഞ്ഞിട്ടുള്ളപ്പം എങ്ങനെ കർത്താവേ എന്ന് പറഞ്ഞ് അവിശ്വാസത്തിന്റെ പിറുപിറുപ്പ് കൂടാരത്തിനകത്ത് വന്നിട്ടുണ്ടോ? ധൈര്യപ്പെട്ട് തിരുമേശയിലേക്ക് കൈവെക്കരുത്. ശ്രദ്ധിച്ചു ഇരിക്കുന്ന ഇരിപ്പൻ മനം നൊന്ന് ദൈവത്തോട് പറ, എന്റെ അവിശ്വാസം ക്ഷമിക്കണം, എന്റെ പരാജയം ക്ഷമിക്കണം. യേശു എത്ര സ്നേഹമാണ് നമ്മളോട് കാണിച്ചത്. യേശു പറഞ്ഞില്ലേ, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ ആ കർത്താവ് പറഞ്ഞതിന്റെ ആശയത്തിന്റെ ഗൗരവം മനസ്സിലായി. യേശു പറഞ്ഞ വാക്കിന്റെ ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം 3-4 പ്രാവശ്യം അത് തന്നെ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ ഈ വാക്യം വായിച്ചപ്പോഴാ വാസ്തവത്തിൽ കർത്താവ് ആ പറഞ്ഞതിന്റെ ഗൗരവം മനസ്സിലായി. സോദോം ഗൊമോറ കൈതൊടാതെ മാറി പതറിപ്പോയ ആ പട്ടണം മനുഷ്യന്റെ മുമ്പിൽ, അവൻ മനുഷ്യന്റെ പാപനിമിത്തം ദൈവത്തിന്റെ ന്യായവിധി ഇറങ്ങി വന്നത് എത്ര കൊടൂരമായിരുന്നു. ആ പട്ടണത്തെ കാണിച്ചുകൊണ്ട് കർത്താവ് പറയുക, എന്റെയും
ഞാൻ അയച്ച ജനത്തെയും തള്ളിക്കളഞ്ഞ ആ വാക്കുകളെ തള്ളിക്കളഞ്ഞ ആ പട്ടണത്തിനുണ്ടായതിനേക്കാൾ വലിയ ന്യായവിധി നിന്നിൽ നടന്ന വീര്യപ്രവൃത്തി നിന്റെ അയൽവക്കത്ത് താമസിക്കുന്ന ആ വെള്ളക്കാരന്റെ ജീവിതത്തിൽ നടന്നിരുന്നെങ്കിൽ മനസ്സാന്തരപ്പെട്ടവരെ പണ്ട് തിരുമേശ്ശേരിക്ക് നമുക്ക് നടത്തുക. എല്ലാ കണ്ണുകളും ദിവസം ധൈര്യപ്പെടുത്താനായിട്ട് അത് പറഞ്ഞേ. നിങ്ങളെ കുറ്റബുദ്ധിക്കുകയല്ല, ധൈര്യപ്പെടുത്താനായിട്ട് പറഞ്ഞു. നിങ്ങൾക്കൊരു ഭാവിയുണ്ട്, നമുക്കൊരു ഭാവിയുണ്ട്. നമ്മുടെ കർത്താവ് നമ്മളെ വിശുദ്ധരായിട്ടാണ് എഴുതിയിരിക്കുന്നത്. യേശു നമ്മളെ വിശുദ്ധരാക്കിയിരിക്കുക. അവന്റെ രക്തത്താൽ അവൻ നമ്മെ വിലക്കി വാങ്ങിയിരിക്കുക. അവന്റെ വിശുദ്ധ ഗണങ്ങൾ എന്നുള്ള പേര് നമുക്കുണ്ട്. യേശുവിന്റെ മധ്യാകാശം വരണമെങ്കിൽ അവനോട് കൂടെ എടുക്കപ്പെടുവാൻ ഭാഗ്യം ലഭിച്ച ഒരു ദൈവവേദനാണ്. ആമേൻ. ഒരു ദൈവസഭയാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. എന്നാൽ അറിയാതെ വല്ലപ്പോഴും ഒഴുകിപ്പോകുന്ന ഒരു രീതി നമ്മുടെ ജീവിതത്തിലുണ്ടോ? അപ്പാ, ഞങ്ങൾ മടങ്ങി വരുന്നപ്പോ മനസ്സുകൾ എല്ലാവരും കണ്ണടച്ച് ദൈവസ്ഥയിലൊന്ന് തീരുമാനമാക്കുക. കർത്താവേ, എന്നോട് നിക്ഷേപിക്കണേ. മനസ്സ് പ്രാഗൽഭ്യം തരുന്നവര് ദൈവത്തെ സ്തോത്രം ചെയ്തു തുടങ്ങി. ഹൃദയം ദൈവത്തിന്റെ ആത്മാവിൽ ആമേൻ ദൈവത്തെ